Hello, so welcome back to Think in English. I know it's been 2-3 days since I have posted my last video. So I had an exam, so I was preparing for that. That is why I couldn't post it very recently. Anyway, I'm sorry. With that apology, we'll continue with the next tense, that is past perfect continuous tense. Have you ever been in a situation where someone says, "What on earth were you doing before I got here?" So, that's exactly what the past perfect continuous tense is for. Talking about actions that were happening for some time before something else happened. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ടു ഡിസ്ക്രൈബ് ഓർ ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ദാറ്റ് വെർ ഹാപ്പനിങ് ഫോർ സം ടൈം ബിഫോർ സംതിങ് എൽസ് ഹാപ്പൻഡ്. So grab your favorite snack, sit back and let's make this tense fun and easy. Okay? Ready? Now, what is the past perfect continuous tense? Imagine you were waiting for your food delivery for 2 hours and just when you were about to give up, the delivery guy finally arrived. ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഒരു 2 മണിക്കൂറായിട്ട് ഫുഡ് ഓർഡറൊക്കെ ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവസാനം എന്നാൽ ഇത് വേണ്ട, പുറത്തെങ്ങനെ പോയി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എണീക്കാൻ പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഡെലിവറി ഗായ് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ എന്ത് പറയും? യു വുഡ് സേ, I had been waiting for you 2 hours before he showed up. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യായിരുന്നു? I had been waiting for 2 hours. ഈ എവിടെയായിരുന്നു, എവിടെ പോയിരിക്കുമായിരുന്നു ഇത്രയും ലേറ്റ് ആയത്? ഞാൻ 2 മണിക്കൂറായിട്ട് നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് ഞാൻ ഈ ഫുഡ് വരാൻ വേണ്ടി കാത്ത് വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് എന്ത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെ എന്ത് ചെയ്തു? പുള്ളി വന്നു. ബട്ട് പുള്ളി വരുന്നതിന് മുന്നേ വരെ, ആ ഡെലിവറി ബോയ് വരുന്നതിന് മുന്നേ വരെ 2 മണിക്കൂറായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വിശന്ന് കുടലും കത്തി കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ടാമതൊരു ഇൻസിഡൻറ്റ് പാസ്റ്റിൽ നടക്കുന്നതിന് മുന്നേ കുറേ നേരമായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ യൂസ്. An action that continued before something else happened. An action that continued before something else happened. ഇനി how to build these sentences. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫോം ചെയ്യാം. Let's build our past perfect continuous grammar sandwich. Okay? So, first one എന്തായിരിക്കും? Obviously, subject, then had been. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ എപ്പോഴും വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോം, അതായത് വെർബ് ING ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ആൻഡ് ടൈം റെഫറൻസ്. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും ഇത് അല്ലേ, 2 മണിക്കൂറായിട്ട്. അപ്പോൾ ഇവിടെ ഹൗ ലോങ് ഇറ്റ് വെൻറ്റ് ഓൺ, ആ ടൈം റെഫറൻസോട് കൊടുക്കുക. അപ്പോൾ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ING പ്ലസ് ടൈം റെഫറൻസ്. Like every other day, we'll start with positive sentence structures. So positive sentences. Example, I had been snacking on cookies while waiting for your call. എൻ്റെ കോളിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുക്കീസ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. I had been eating on snacks or I had been snacking on cookies while waiting for your call. See how the cookie eating started earlier and was still happening before the call. Okay, ഇതാണ് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. I had been snacking on cookies while waiting for your call. Then negative sentences. I had not been studying when mom checked on me. I had not been studying when mom checked on me. അമ്മ വന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നില്ല, പഠിക്കുമായിരുന്നില്ല. Yeah, better start hitting the books next time. Right. So that is an example for negative sentences. And the third one, question sentences. Well, had you been using my laptop before I came home?
ഇപ്പം നമ്മളൊരു സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്, നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ആരും ഉപയോഗിച്ചിരുന്നതായി നമുക്ക് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹാവ് യു ബീൻ യൂസിങ് മൈ ലാപ്ടോപ്പ് ബിഫോർ ഐ കെയിം ഹോം? ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ വരെ നീ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ഒരു എക്സ്ട്രാ ഡ്രാമ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ടെൻസും ഉണ്ട്. സോ സസ്പീഷ്യസ് ആയിട്ടുള്ളപ്പം ഞാൻ എത്തുന്നവരെ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഇത് ചെയ്യുമായിരുന്നോ, ഇത് ചെയ്യുമായിരുന്നോ? ഇപ്പം നമ്മൾ അമ്മയൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോദിക്കത്തില്ലേ, ഞാൻ വരുന്നവരെ നീ ഇത് എന്നെ എടുക്കുമായിരുന്നു, പഠിക്കുമല്ലോ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Now we can have some examples from real life situations. Past perfect continuous shows what was happening and for how long. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മളോട് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ആൻഡ് എത്ര ടൈമായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഹിയർ ഈസ് ഹൗ ഇറ്റ് സ്നീക്സ് ഇൻ ടു അവർ ഡെയിലി ലൈഫ്. ഫസ്റ്റ് വൺ, we had been waiting for the bus for 30 minutes when it finally arrived. We had been waiting for the bus for 30 minutes when it finally arrived. നമ്മൾ ആ ബസ് വന്നത് എപ്പോഴാണ്? 30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അല്ലേ? 30 മിനിറ്റ്, 1.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴാണ് ബസ് വന്നത്. ഇപ്പോൾ ആ ബസ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിനുവേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തു? ഹൗ ലോങ് ഹാവ് ബീൻ? നമ്മൾ വെയിറ്റ് ചെയ്ത് എത്ര സമയമാണ്? 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു. Another example, she had been practicing her dance moves before the performance. She had been practicing her dance moves before the performance. അപ്പോൾ അവിടെ പെർഫോമൻസിന് മുന്നേ വരെ അവൾ എന്ത് ചെയ്യായിരുന്നു? ഡാൻസിൻ്റെ മൂവ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. They had been working on the project all night before the boss called. They had been working on the project all night before the boss called. ബോസ് വിളിക്കുന്നത് വരെ അവർ എന്ത് ചെയ്യായിരുന്നു? ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. He had been talking non-stop before I could even say hello. He had been talking non-stop before I could even say hello. എനിക്കൊരു ഹലോ പോലും പറയാൻ പറ്റാത്ത പോലെ എന്ത് ചെയ്യായിരുന്നു? അവൻ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയേ ആയിരുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ തന്നെ പറയുന്ന പല സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ നമ്മൾ മലയാളത്തിൽ പറയുമ്പം അത് ഈ ഒരു ടെൻസ് ആണെന്ന് ഇനി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാക്സിമം നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഈ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതൊന്ന് ഏത് ടെൻസിലേക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് സെൻറ്റൻസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്ന എല്ലാ കാര്യങ്ങളും ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ആവുന്നത്. എല്ലാം ഒന്നും ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ആയില്ല എങ്കിൽ പോലും നിങ്ങൾ എഴുതുമ്പോൾ ഇതെങ്ങനെ എഴുതും, എനിക്ക് ഈ ഒരു ഐഡിയ മലയാളത്തിലുണ്ട്, ഇതെങ്ങനെ എഴുതാമെന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വൈ സംതിങ് ഹാപ്പൻഡ്, അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. Okay, sometimes past perfect continuous tense explains why something happened. For example, I had been binge watching a TV series, so I forgot to call you back. I had been binge watching a TV series, so I forgot to call you back. ഞാൻ TV സീരീസ് ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നവരെ മറന്നുപോയി. അങ്ങനെ നമ്മൾ പറയാറില്ലേ? അയ്യോ, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് മറന്നുപോയി. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ? അപ്പം ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് വൺ, ഷീ ഹാഡ് ബീൻ കുക്കിംഗ് ഓൾ ഡേ, സോ ദ കിച്ചൺ വാസ് എ മെസ്. ഷീ ഹാഡ് ബീൻ കുക്കിംഗ് ഓൾ ഡേ, സോ ദ കിച്ചൺ വാസ് എ മെസ്. അവൾ എന്ത് ചെയ്യായിരുന്നു? രാവിലെ തൊട്ട് ഭയങ്കര തിരക്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കിച്ചൺ ആകെ അലമ്പായി കിടക്കുകയാണ്. രാവിലെ തൊട്ട് അടുക്കള പണിയായിരുന്നേ, അതുകൊണ്ട് എല്ലാം അലമ്പായി കിടക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെ, ഓക്കെ. വി ഹാഡ് ബീൻ പ്ലേയിങ് സോക്കർ, സോ വി വെർ സൂപ്പർ ടയേർഡ് വെൻ വി ഗോട്ട് ഹോം.
നമ്മൾ രാവിലെ തൊട്ട് ഇന്ന് ഫുട്ബോൾ കളിയായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് അങ്ങ് ഭയങ്കര ക്ഷീണവും നടുവിനും കാലുവേദനയൊക്കെയാണ് അല്ലേ. ഭയങ്കര ടയേർഡാണ്. വി ഹാഡ് ബീൻ പ്ലേയിങ് സോക്കർ, സോ വി വെർ സൂപ്പർ ടയേർഡ് വെൻ വി ഗോട്ട് ഹോം. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ആ എക്സോസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു അവസ്ഥ പറയാൻ, ബട്ട് ഒരു ഹാപ്പി ഫേസ് ആണല്ലേ. നമുക്കൊരു നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ രാവിലെ തൊട്ട് കളിച്ച് ക്ഷീണിച്ച് വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. രാവിലെ തൊട്ട് ഫുട്ബോൾ കളിക്കുകയാണ്, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കാര്യം എന്തുണ്ട്, വേദനയും വിഷമമൊക്കെ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് പറയുകയാണ് അല്ലേ. നമ്മുടെ ആ ഫൺ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലെന്നേ, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഗിൽറ്റി ഫേസ്, നമ്മുടെ ഒരു മെസ്സി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻസാണ് എന്ത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Here is a quick challenge. Now it's your turn. Complete this sentence in the comments. So the sentence is, by the time the movie ended, I had been dash. By the time the movie ended, I had been dash. Okay? So be creative. Funniest and most relatable answers will be featured in my next video. And please write your answers in the comments. Okay? Alright? See, the past perfect continuous is your storytelling time machine. Use it to explain what was happening before something else in the past. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? To explain what was happening before something else in the past. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ പറയാതെ അത് പറഞ്ഞു പോയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഇഫ് യു ആർ ലേൺ സംതിങ് ന്യൂ, ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ഫൺ ഇംഗ്ലീഷ് ലെസൺസ്, ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് someone who always seem to be doing something when you call. Okay, all right, so see you in the next video, and thank you so much my dear learners.